അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാൻ നല്ല സിമ്പിളാണ്, വെറും 10 മിനിറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു കപ്പിൽ 3 കപ്പ് ഇവിടെ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 6 പേർക്ക് കഴിക്കാനുള്ള അപ്പാട്ടം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 3 കപ്പ് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് പൊടി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പൊടി ചേർക്കണില്ല, 2 പ്രാവശ്യമായിട്ടാട്ടോ ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. 1 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ചോറാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ടാട്ടോ അത് ചേർത്ത്. ചൂട് വേണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതില്ലെങ്കിൽ 1 കപ്പ് ചെറിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കാൻ ശ്രദ്ധിക്കേണ്ടി. ഞാൻ ഓൾറെഡി നമ്മൾ ചോറ് ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ബാക്കിയുള്ള പൊടിയും കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ 2ാം പ്രാവശ്യം അടിക്കുമ്പോൾ ചോറ് ചേർക്കണില്ല, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും പഞ്ചസാര ഈസ്റ്റും വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 3 കപ്പ് പൊടിക്ക് 1.5 ടീസ്പൂണാണ് കേട്ടോ ഈസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് തേങ്ങയും ചേർക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ 2 ട്രിപ്പും നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസായി പോരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി മാവൊക്കെ നല്ലോണം പൊന്തി വരാണെങ്കിൽ ഒരു 15 മിനിറ്റോ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ അപ്പം തന്നെ ചുട്ടെടുക്കാണ് കേട്ടോ. എന്നാൽ തന്നെ നമുക്ക് നല്ല ഓട്ടയായിട്ട് നല്ല സോഫ്റ്റ് അപ്പം തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു ദോശപ്പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വലുപ്പത്തിലൊന്നും പരത്തിയിട്ടില്ല, ഈ ഒരു സൈസിലാട്ടോ പരത്തി എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടയായിട്ട് അപ്പം കിട്ടും കേട്ടോ. നമുക്ക് ഈ അപ്പം മറിച്ചിടേണ്ട ആവശ്യമില്ല, നേരെ തന്നെ കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അപ്പം നമ്മൾ ചുട്ടെടുക്കുന്നത് ഒട്ടും എണ്ണ ഇല്ലാതെയാണ് കേട്ടോ, എണ്ണ തടവാതെയാണ് ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്നത്. അതേപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ളവർക്കും അതേപോലെ ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്തവർക്കും എന്താണെങ്കിൽ ഈ അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് ദോശൻ്റെ ടേസ്റ്റ് ഒന്നല്ല കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് ചോറും പഞ്ചസാരയൊക്കെ ചേർക്കണോണ്ട് തന്നെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇറച്ചിക്കറിൻ്റെ ഒപ്പം മീൻകറീൻ്റെ ഒപ്പമൊക്കെ അടിപൊളി കോംബോ ആണ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. രാവിലേക്ക് ഇനി ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ തന്നെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.